നമസ്കാരം. സ്വന്തം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CPM ഏരിയ സമ്മേളനങ്ങൾക്ക് തുടക്കം. വണ്ടൂർ ഏരിയ സമ്മേളനം എ വിജയരാഘവൻ, നിലമ്പൂർ ഏരിയ സമ്മേളനം TK ഹംസ എന്നിവർ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന് നാളെ സമാപനമാകും. കരുവാരക്കുണ്ടിലെ വൃദ്ധവികലാംഗർക്ക് പഞ്ചായത്തിന്റെ മാതൃകാ പദ്ധതി. ഉപകരണങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് വിതരണം ചെയ്തു. ഇന്ന് നിയമദിനം. ദിനാചരണത്തിന്റെ ഭാഗമായി നിലമ്പൂർ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിയമ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പരിപാടി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് CR ദിനേശ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. CPIM വണ്ടൂർ ഏരിയ സമ്മേളനത്തിന് വണ്ടൂർ ഗേൾസ് ഹൈസ്കൂളിന് സമീപം K ബാപ്പു നഗറിൽ തുടക്കമായി. മുൻ MP A വിജയരാഘവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. രാവിലെ മുഹമ്മദ് മാസ്റ്റർ കരുവാരകുണ്ട് പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിനു മുന്നിൽ പുഷ്പാർച്ചന ചടങ്ങ് നടന്നു. രക്തസാക്ഷി പ്രമേയം ടോം K തോമസും അനുശോചന പ്രമേയം സുമിത്രയും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി വേലായുധൻ വള്ളിക്കുന്ന് ചടങ്ങിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. CPM നിലമ്പൂർ ഏരിയ സമ്മേളനത്തിന് തുടക്കമായി. പൂക്കോട്ടുംപാടം സൈദാലി നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനം TK ഹംസ ഉദ്ഘാടനം ചെയ്തു. ഇൻക്ലാബ് സിന്ദാബാദ് 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 CPIM സിന്ദാബാദ് CPIM സിന്ദാബാദ് CPIM സിന്ദാബാദ് CPIM സിന്ദാബാദ് രക്തസാക്ഷികൾ സിന്ദാബാദ് രക്തസാക്ഷികൾ സിന്ദാബാദ് രക്തപതാക സിന്ദാബാദ് രക്തപതാക സിന്ദാബാദ് വീരപതാക പാറുപതാക വീരപതാക പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ് പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ് നിരാസത്തെ ചോര കൊടിവാരത്തെ ചോര പ്ലജിരത്തെ ചോര പ്ലജിരത്തെ ചോര ചാലൊഴുകത്തെ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മന്ത്രിക്ക് അടി കിട്ടിയില്ല. അടിച്ചാളി അടിച്ചത് ശരിയാണ് എന്നൊന്നും നമ്മൾ പറയില്ല, അടിക്കാനൊന്നും പാടില്ല. പക്ഷെ അയാൾ ഉയർത്തിക്കൊണ്ടുവന്ന വാക്കെന്താണ്? അഴിമതിയും വിലക്കയറ്റമാണ്. അഴിമതിക്കാരനെ അതിനു മുമ്പും അയാൾ അടിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ അഴിമതിയിൽ ആദ്യപ്പെട്ട ഒരു വലിയ കേന്ദ്രമന്ത്രി ഉണ്ടായിരുന്നു സുഖ്റാം. അദ്ദേഹത്തെ ശിക്ഷ വിധിച്ച ദിവസം കയറി അടിച്ചുകയാണ്. അപ്പൊ ഇയാളൊരു അഴിമതി വിരുദ്ധനും അഴിമതി കൊണ്ടുണ്ടാകുന്ന ആപത്തുകളെ എതിർക്കുന്നവനുമാണ് എന്ന് ആയിരിക്കും അയാളുടെ വിശ്വാസം. ചെയ്ത തെറ്റായിപ്പോയി. നമ്മൾ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ കാരണങ്ങളാൽ നമ്മൾ പറയുന്നതിൽ കുറച്ച് കാര്യമുണ്ട് എന്നുള്ള ഒരു വിചാരം ലോകത്ത് തന്നെ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. ഈ കാരണങ്ങളായിരിക്കാം നല്ല അന്തരീക്ഷത്തിൽ നമ്മുടെ സമ്മേളനങ്ങളിൽ നല്ല ചർച്ചകളും ഉയർന്ന ചിന്തകളും വളർന്നു വരുന്നതിൽ അങ്ങേയറ്റം സ്വാഗതാർഹമായ ഒരു സ്ഥിതിയാണ് നമ്മൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ കാളികാവ് ചോക്കാട് പഞ്ചായത്തുകളും നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും ആമറമ്പലം കരുളായി പഞ്ചായത്തുകളും ഏറനാട് നിയോജക മണ്ഡലത്തിലെ ചാലിയാറുമാണ് നിലമ്പൂർ ഏരിയയുടെ പരിധിയിൽ വരുന്നത്. 85 ബ്രാഞ്ച് കമ്മിറ്റികളിൽ നിന്നുള്ള 1007 പാർട്ടി അംഗങ്ങളാണ് ഏരിയയ്ക്ക് കീഴിലുള്ളത്. ജില്ലാ കമ്മിറ്റി അംഗം ജോർജ് K ആന്റണി, MM കൃഷ്ണൻകുട്ടി എന്നിവരടങ്ങുന്ന പ്രസിഡിയമാണ് സമ്മേളനം നിയന്ത്രിക്കുന്നത്. E പത്മാഷൻ രക്തസാക്ഷി പ്രമേയവും J രാധാകൃഷ്ണൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. VK ഇസ്മായിൽ, PK സൈനബ, PT ഉമർ, P ശിവാത്മജൻ എന്നിവർ സംസാരിച്ചു. നാളെ വൈകുന്നേരം 5 മണിക്ക് പൂക്കോട്ടുംപാടം ഹയർ സെക്കൻഡറി ഗ്രൗണ്ടിൽ നിന്നും ബാൻഡ് മേളങ്ങളുടെ അകമ്പടിയോടെ നടക്കുന്ന പ്രകടനം പൂക്കോട്ടുംപാടത്തെ അക്ഷരാർത്ഥത്തിൽ ചെങ്കടലാക്കും. സമാപന സമ്മേളനം കേന്ദ്ര കമ്മിറ്റി അംഗം A വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. സമ്പൂർണ്ണ സൗജന്യ വൈദ്യുതീകരണ പദ്ധതി പിൻവലിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും നിലമ്പൂർ താലൂക്ക് ആശുപത്രിയെ സെക്കൻഡ് റഫറൽ യൂണിറ്റാക്കി ഉയർത്തണമെന്നും നിലമ്പൂരിനെ ടൗൺഷിപ്പാക്കി ഉയർത്തണമെന്നും നിലമ്പൂർ CPM ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു.
കേരളത്തിൽ LDF സർക്കാർ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സമ്പൂർണ്ണ വൈദ്യുതീകരണ പദ്ധതി സൗജന്യമായി നടപ്പിലാക്കി വരികയായിരുന്നു. എന്നാൽ വൈദ്യുതി ബിൽ 2003 മറയാക്കി UDF സർക്കാർ വൈദ്യുതി മേഖലയെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കമാണ് നടത്തിവരുന്നത്. LDF സർക്കാർ പിൻവലിച്ച മീറ്റർ വാടക വീണ്ടും തിരിച്ചു കൊണ്ടുവന്നു. വൈദ്യുതി സർചാർജ് ഏർപ്പെടുത്താൻ തീരുമാനിക്കുകയും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കും പട്ടികജാതി വർഗ വിഭാഗക്കാർക്കും നൽകി വന്നിരുന്ന സൗജന്യ കണക്ഷൻ നിർത്തലാക്കാനും തീരുമാനിച്ചിരിക്കുന്നു. കൂടാതെ കൃഷിക്കും ചെറുകിട വ്യവസായങ്ങൾക്കും നൽകി വരുന്ന സൗജന്യവും അവസാനിക്കുകയാണ്. വികലാംഗർ, 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ, ക്യാൻസർ രോഗികൾ, ജവാന്മാർ തുടങ്ങി പ്രത്യേക മുൻഗണനാ വിഭാഗങ്ങൾക്കുള്ള സൗജന്യവും നിർത്തലാക്കുകയാണ്. പോസ്റ്റിനും വയറിനും മറ്റു ഉപകരണങ്ങൾക്കും ചെലവാകുന്ന തുക ഇനി മുതൽ ഉപഭോക്താക്കളിൽ നിന്ന് മുൻകൂറായി ഈടാക്കി മാത്രമേ പുതിയ കണക്ഷൻ അനുവദിക്കുകയുള്ളൂ. സർവീസ് വയർ മാത്രം ആവശ്യമുള്ള ഉപഭോക്താവിന് 1850 രൂപയും ഒരു പോസ്റ്റ് വേണ്ടവർ 10,000 രൂപയും ട്രാൻസ്ഫോമർ ആവശ്യമുള്ളവർ 5 ലക്ഷം രൂപയും ബോർഡിൽ അടയ്ക്കേണ്ട സ്ഥിതിയാണുള്ളത്. ചെറുകിട വ്യവസായത്തെയും കാർഷിക മേഖലയെയും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന ഈ തീരുമാനങ്ങൾ മലയോര മേഖലയായ നമ്മുടെ പ്രദേശത്തിന് തിരിച്ചടിയാവുന്നതും സൗജന്യ സമ്പൂർണ്ണ വൈദ്യുതീകരണ പദ്ധതി അട്ടിമറിക്കുന്നതുമാണ്. നിലവിൽ മഞ്ചേരി ജനറൽ ആശുപത്രി 3rd റഫറൽ യൂണിറ്റും തിരൂരിലെ ജില്ലാ ആശുപത്രി 2nd റഫറൽ യൂണിറ്റും നിലമ്പൂർ താലൂക്ക് ആശുപത്രി 1st റഫറൽ യൂണിറ്റുമാണ്. മഞ്ചേരിയിലെ ഗവൺമെന്റ് ആശുപത്രി മെഡിക്കൽ കോളേജാക്കി ഉയർത്താൻ പരിഗണിക്കുന്ന പശ്ചാത്തലത്തിൽ നിലമ്പൂർ താലൂക്ക് ആശുപത്രിയെ 2nd റഫറൽ യൂണിറ്റാക്കി ഉയർത്തണമെന്ന് ആവശ്യപ്പെടുന്നു. നിലമ്പൂർ, വണ്ടൂർ അസംബ്ലി മണ്ഡലങ്ങളിലെ ബഹുഭൂരിപക്ഷം സാധാരണക്കാരും ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ഇത്. കൂടാതെ പട്ടികജാതി പട്ടികവർഗക്കാർ കൂടുതലായുള്ള പ്രദേശവുമാണ് നമ്മുടേത്. IPAയ്ക്ക് പുറമെ ദിനംപ്രതി 1000-ലധികം രോഗികളാണ് OPയിൽ എത്തിപ്പെടുന്നത്. ഇതെല്ലാം പരിഗണിച്ച് കൂടുതൽ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരെ നിയമിച്ചും ബ്ലഡ് ബാങ്ക് ഉടനടി സ്ഥാപിച്ചും താലൂക്ക് ആശുപത്രിയിലെ രോഗികളുടെ കൂട്ടിരിപ്പുകാരുടെ സൗകര്യത്തിനായി ഡോർമിറ്ററി സൗകര്യമുള്ള ഒരു വിശ്രമ കേന്ദ്രം നിർമ്മിച്ചും മാതൃശിശു വിഭാഗം ശക്തിപ്പെടുത്തിയും താലൂക്ക് ആശുപത്രിയിലെ മരുന്ന് വിതരണം കാര്യക്ഷമമാക്കാൻ ജനതാ ഫാർമസി ആരംഭിച്ചും ആശുപത്രിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി നിലമ്പൂർ താലൂക്ക് ആശുപത്രിയെ 2nd റഫറൽ യൂണിറ്റാക്കി ഉയർത്തുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. വിനോദസഞ്ചാര മേഖലയായ നിലമ്പൂരിൽ അനന്തമായ വികസന സാധ്യതകളാണുള്ളത്. ഇതിനെ ഉപയോഗപ്പെടുത്താൻ നാളിതുവരെയായി ഒരു ശ്രമവും ഉണ്ടായിട്ടില്ല. അനുവദിക്കപ്പെട്ട പദ്ധതികൾ പോലും കടലാസിലാണ്. ബൈപ്പാസ് റോഡിന് പണം അനുവദിച്ചിട്ടും വീതി കുറയ്ക്കണമെന്ന് പറഞ്ഞ് പാതി വഴിയിൽ കുരുക്കി. നിലമ്പൂരിനോടൊപ്പം അനുവദിച്ച സംസ്ഥാനത്തെ മിനി സിവിൽ സ്റ്റേഷനുകൾ യാഥാർത്ഥ്യമായപ്പോഴും നിലമ്പൂരിലേത് ആരംഭദശയിൽ തന്നെ വിശ്രമിക്കുന്നു. ബസ് സ്റ്റാൻഡിനു വേണ്ടി കണ്ടെത്തിയ 2.5 ഏക്കർ സ്ഥലത്തിന്റെ അക്വിസിഷൻ നടപടിക്ക് തുരങ്കം വെച്ച് ഉടമയ്ക്ക് ഭൂമി തിരികെ നൽകി. ബൈപ്പാസ് റോഡും മിനി സിവിൽ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും ഉടനടി നിർമ്മിച്ച് നിലമ്പൂരിനെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുമുള്ള ടൗൺഷിപ്പാക്കി വികസിപ്പിക്കേണ്ടതാണ്. കാലാനുസൃതമായുള്ള റോഡുകൾ റിപ്പയർ ചെയ്തും പുതിയ റോഡുകൾ നിർമ്മിച്ചും പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയും നിലമ്പൂരിലെ ഗതാഗത സംവിധാനം നവീകരിക്കേണ്ടതാണ്. നിലമ്പൂരിൽ പുതിയ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ വികസനം ഉണ്ടാക്കേണ്ടതാണ്. സബ് ജയിൽ, ഫോറസ്റ്റ് കോടതി, RTO ഓഫീസ് പോലുള്ള പുതിയ സാധ്യതകളും ഇതുവരെയും ഫലപ്രദമായിട്ടില്ല. വികസന കാര്യത്തിൽ കേരളത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പ്രദേശമായ നിലമ്പൂരിന്റെ അടിയന്തര വികസനത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ 30 വർഷത്തിലധികമായി നിലമ്പൂരിന്റെ ജനപ്രതിനിധിയായി കേരള സഭയിൽ പ്രതിനിധീകരിക്കുന്ന ഇന്നത്തെ വൈദ്യുതി മന്ത്രി മുൻകൈയെടുത്ത് നിയോജക മണ്ഡലത്തിലെ ജനങ്ങളോട് നീതി പുലർത്തണമെന്ന് CPIM നിലമ്പൂർ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. കാളികാവ് ബ്ലോക്കിന് കീഴിലുള്ള അമരമ്പലം, കാളികാവ്, ചോക്കാട് പഞ്ചായത്തുകളിലെ വികലാംഗർക്കുള്ള വൈദ്യപരിശോധനാ ക്യാമ്പും തിരിച്ചറിയൽ കാർഡ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ സാമൂഹ്യക്ഷേമ വകുപ്പുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പൂക്കോട്ടുപാടം AUP സ്കൂളിൽ നടന്ന പരിപാടിയിൽ 300 പേർക്കാണ് കാർഡുകൾ ലഭിച്ചത്. കാളികാവ് ബ്ലോക്ക് ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ സുരേഷ് കുമാർ കളരിക്കൽ, അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NM ബഷീർ എന്നിവർ കാർഡ് സർട്ടിഫിക്കറ്റ് വിതരണോദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് തനൂജ ആലവനാട്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ VK ബാലസുബ്രഹ്മണ്യൻ, VK അബ്ദു, ശിശു വികസന പദ്ധതി ഓഫീസർ M അബ്ദുൽ ഖാദർ, സാമൂഹ്യ സുരക്ഷാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ K രാഹുൽ എന്നിവർ നേതൃത്വം നൽകി. കരുവാഴക്കുണ്ട് ഗവൺമെന്റ് മോഡൽ LP സ്കൂളിന് ആവശ്യമായ ബസ് വാങ്ങുന്നതിന് ജനകീയ കൂട്ടായ്മയിൽ നാളെ ഈശൽ വിരുന്ന് അരങ്ങേറും. പട്ടുറുമാൽ ഗായക സംഘത്തിന്റെ സംഗീത സ്വരമാധുരി പുന്നക്കാട് പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. പഠനത്തോടൊപ്പം കലാ, കായിക, സാംസ്കാരിക, സാഹിത്യ മേഖലയിൽ ഒട്ടനവധി നേട്ടം കൈവരിച്ച പുന്നക്കാട് ALP സ്കൂളിന് കഴിഞ്ഞ വർഷമാണ് ഗ്രാമപഞ്ചായത്ത് മാതൃക UP സ്കൂൾ പദവി നൽകിയത്. കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ഹരിത കേരളം റിയാലിറ്റി ഷോയിൽ നല്ല പ്രകടനം കാഴ്ചവെച്ച സ്കൂളിന് 1 ലക്ഷം രൂപ സമ്മാനം ലഭിച്ചിരുന്നു. ഇതിനു പുറമെയാണ് സ്കൂളിന് സ്വന്തമായി ബസ് വാങ്ങുവാനുള്ള പ്രവർത്തനവുമായി PTA-യും അധ്യാപകരും നാട്ടുകാരും ഒരുമിച്ചത്. നാളെ 7 മണിക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ്. ഒട്ടേറെ ആളുകളുടെ കൂട്ടായ പ്രയത്നത്തിൻ്റെ ഫലമായി ഈ പരിപാടിക്ക് വളരെ വൻപിച്ച
ഒരു ജനപിന്തുണ ലഭിച്ചിട്ടുണ്ട്. ഒരു വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമാണ് യാത്രാ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത്. കഴിഞ്ഞ ആഴ്ചയിൽ ബസ് സ്വന്തമായി വാങ്ങുകയും ചെയ്തു. ഇതിന്റെ ബാധ്യത തീർക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇശൽ വിരുന്നൊരുക്കാൻ ജനകീയ കമ്മിറ്റി തീരുമാനിച്ചത്. ഇശൽ വിരുന്നിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ 7 തുടങ്ങുന്ന ഉദ്ഘാടന പരിപാടിയിൽ കലാകായിക, സാംസ്കാരിക, സാഹിത്യ, രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കും. ഫൈസൽ എളയാട്ടിൽ പരിപാടി ഉദ്ഘാടനം ചെയ്യും. കനീഷ് പൂനൂർ മുഖ്യാതിഥിയായിരിക്കും. ടിക്കറ്റ് വിധേനയാണ് ഇശൽ വിരുന്നിന് ആളുകളെ പങ്കെടുപ്പിക്കുന്നത്. ഇനിയൊരു ഇടവേള.